Hi. So, as you know, in the last class we were discussing about how to calculate cube root of a number by using prime factorization, isn't it? We have discussed that, and now we know how to check whether a given number is a perfect cube or not. How? By using prime factorization method. If triplets exist, that number is a perfect cube. If triplets is not existing, we cannot say it as a perfect cube. That is what is about the perfect cube numbers. Then how we used to check the cube root of a number? Just prime factorize first and make it as triplet and select each one member from each triplet. That will give you what? Cube root. So this much topics we have discussed, and today we are going to discuss that. നമുക്കറിയാം ക്യൂബ് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തൊരു നമ്പറിനെ എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റും എന്നതിനെ പറ്റി ചിന്തിച്ചു. എങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പഠിച്ചു, ഡിവൈഡ് ചെയ്തിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പഠിച്ചു, ആഡ് ചെയ്തിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പഠിച്ചു. ദെൻ how to make a non-perfect square to perfect square by using സബ്ട്രാക്ഷൻ ഓൾസോ പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ആ ചാപ്റ്ററിൽ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് പഠിച്ചപ്പം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തൊരു നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്ന രീതിയെപ്പറ്റി പഠിപ്പിച്ചപ്പം ഏതൊക്കെ രീതി നമ്മൾ പഠിച്ചു? മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് പെയേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ അറിയാം, ഡിവൈഡ് ചെയ്തിട്ടും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ അറിയാം, ഇനി അഡീഷൻ ചെയ്തിട്ടും സബ്ട്രാക്ഷൻ ചെയ്തിട്ടും പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ അറിയാം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്തിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചത്? യെസ്, യു ആർ റൈറ്റ്, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ആൻഡ് ഇനി ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയറിനെ ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ ആണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റേണ്ടതെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചത്? ലോങ് ഡിവിഷൻ മെത്തേഡ്. പക്ഷേ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് ഇല്ല. ഓക്കെ, ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിൽ എന്ത് മെത്തേഡ് ഇല്ല? ലോങ് ഡിവിഷൻ മെത്തേഡ് ഇല്ല. യു മേ അണ്ടർസ്റ്റുഡ്, നോ? അതുകൊണ്ട് തന്നെ ആഡ് ചെയ്തിട്ടും സബ്ട്രാക്ട് ചെയ്തിട്ടും ഒരു നോൺ പെർഫെക്റ്റ് ക്യൂബായിട്ടുള്ളൊരു നമ്പറിനെ പെർഫെക്റ്റ് ക്യൂബാക്കി ഉള്ളൊരു നമ്പറാക്കി മാറ്റാൻ പറ്റില്ല. കാരണം എന്താ? ലോങ് ഡിവിഷൻ ക്യൂബ് റൂട്ടിലില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെർഫെക്റ്റ് ക്യൂബാക്കി മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പെർഫെക്റ്റ് ക്യൂബാക്കി മാറ്റാം എന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ പെർഫെക്റ്റ് ക്യൂബാക്കി മാറ്റുന്ന കാര്യം നമ്മളിവിടെ പഠിക്കുന്നില്ല, കാരണം ലോങ് ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട്. You may understood, no? So this is your first question. So we are going to start with this question today's video. So welcome back to my channel. So this is Heron's HubSpot. Shall we? Yes. And I am in school. I am wearing mask. So that's why there may exist little bit of audio problem and all. If the problem is huge, you have to discuss with me. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ വി ഹാവ് ഡിസ്കസ് ദാറ്റ് സപ്പോസ് ഇഫ് ഐ ഗീവ് എ നമ്പർ ആസ് 20, ഈ 20നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ, 20നെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം ബൈ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ എന്തായാലും ചെയ്തത് 20നെ നമ്മളാദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 × 2 × 5 ആണ്. ഇവിടെ പെയറുണ്ട്, ഇവിടെ പെയറില്ല, അതുകൊണ്ട് ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പെയറാക്കി. അതുപോലെ തന്നെ ഇവിടെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ. ഇങ്ങനെയായിരുന്നു നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ കംപ്ലീറ്റ് ആക്കിയത് ബൈ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഡിവിഷൻ ആണെങ്കിലോ, ഇവിടെ 5 അല്ലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇവിടെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അങ്ങനെയായിരുന്നു. ഇനി അഡീഷൻ ആണെങ്കിൽ നമ്മൾ 20നെ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്യും. സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു അഡീഷനും സബ്ട്രാക്ഷനും ഇവിടെ ഇല്ല, ലോങ് ഡിവിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടും പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത്, പെർഫെക്റ്റ് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൻ്റെ കാര്യത്തിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടും ആഡ് ചെയ്തിട്ടും സബ്ട്രാക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിൻ്റെ കാര്യത്തിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടും മാത്രം പെർഫെക്റ്റ് ക്യൂബ് ആക്കുന്നത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ സോൾവ് ചെയ്യുന്നുള്ളൂ, ലോങ് ഡിവിഷൻ ഇല്ല. സോ ലെറ്റ് മീ കം ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. Make 120 as a perfect cube by multiplying with a suitable number with it. What? Make 120 as a perfect cube by multiplying with a suitable number with it, and calculate the
make 120 as a perfect cube, because 120 is not a perfect cube now. Just make it as a perfect cube by multiplying with a suitable number and calculate the cube root of new number formed. So this is your question. Okay. So in order to answer the question, since the question is 120, check whether 120 is a perfect cube. And if 120 is not a perfect cube, we have to make 120 as a perfect cube by multiplying a suitable number. So the operation is multiplication, no? So just prime factorize the number first, since it is multiplication. All the method is just like squares and square root, but the concept is different. It is perfect cube, to make it as perfect cube, not to make it as perfect square. അപ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ വരും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അവിടെ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പയർ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ സംശയം വരും. ഓക്കെ. സോ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് സെയിം മെത്തേഡ് തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. സി I think it is correct, no? Yes. Now we just see. Now 120 can be written as 2 into 2 into 2 into 3 into 5. ഇവിടെ ഒരു ട്രിപ്ലെറ്റ് ഉണ്ട്. ഇതിന് ട്രിപ്ലെറ്റ് ഉണ്ടോ? ഇല്ല. ഇതിന് ട്രിപ്ലെറ്റ് ഉണ്ടോ? ഇല്ല. I think you get me, no? This is the process of prime factorization. Okay. Write 120 as in the form of product of factors. We have done that. And when we check, I understood that there exists only one triplet only. 3ക്ക് ട്രിപ്ലെറ്റ് ഉണ്ടോ? ഇല്ല. 5ന് ട്രിപ്ലെറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ഒന്നും കൂടെ എഴുതണം. 2 into 2 into 2 എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ 3 അവിടെ എഴുതി, ഈ 5 അതുപോലെ എഴുതി. ഇനി ഈ എന്തെനിക്ക് കംപ്ലീറ്റ് ആക്കണം, ട്രിപ്ലെറ്റ് കംപ്ലീറ്റ് ആക്കണം. ഏത് ഓപ്പറേഷൻ ഉപയോഗിച്ച്? മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷൻ ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെ 3ക്ക് ട്രിപ്ലെറ്റ് കംപ്ലീറ്റ് ആക്കാൻ എത്ര 3 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 2 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിലേ അത് ട്രിപ്ലെറ്റ് ആവുള്ളൂ. ഇനി ഇൻറ്റു 5ന് ട്രിപ്ലെറ്റ് കംപ്ലീറ്റ് ആക്കാൻ എത്ര 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിലേ ട്രിപ്ലെറ്റ് ആവുള്ളൂ. യു മേ അണ്ടർസ്റ്റുഡ്, നോ? അപ്പോൾ ഇവിടെ ഞാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? 2 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് 3 into 3 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഞാൻ എക്സ്ട്രാ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? 5 into 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലോ എക്സ്ട്രാ. അതായത് ഇവിടെ 9 വെച്ച് എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്തു. 3 into 3 എന്ന് വെച്ചാൽ 9 ആണല്ലോ. ഇവിടെ 5 into 5, അതായത് 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ആ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത 9ഉം 25ഉം കൊണ്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇവിടെ ഒരു 3 into 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് 9. ഇവിടെ 5 into 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് 25. അതേപോലെ ലെഫ്റ്റ് സൈഡിലും ആ 9ഉം 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്, നോ? യെസ്. സോ ദിസ് ഈസ് ദ വേ ഓഫ് ഡൂയിങ്. You get me? So once again, after prime factorizing 120, we understood that this is the factors of 120, and here there exists a triplet, but 3 is lying without triplet and 5 also is lying without triplet. So we have to do something, and we have to make it as triplet, and we have to do something here, we have to make it as triplet. In order to make it as triplet, we need 2 more 3. So 3 into 3, that is 9. 9 ആണല്ലോ ഫലത്തിൽ. നമ്മൾ 3 into 3 എന്ന് എഴുതുന്നത്, പക്ഷേ ഫലത്തിൽ 9 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. ദെൻ 5 also lying without triplet. So to make it as triplet, we have to multiply with 2 5s. Then only it will be in a triplet form. അപ്പോൾ ഇവിടെ നമ്മൾ 9 വെച്ചും ഇവിടെ നമ്മൾ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 into 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 5 into 5, എങ്കിലേ ട്രിപ്ലെറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ 3 into 3 വെച്ചാണ് മൾട്ടിപ്ലൈ, അതായത് ഫലത്തിൽ 9 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ 5 into 5, അതായത് 25 വെച്ചിട്ട്. അതുപോലെ 25 9 വെച്ച് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിൽ അതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ. And just find the product. This is the way. Okay, just find the product. What is 25 into 9? 225, no? 225, no? Then 225 into 120 we must do, no? 120. So let me multiply with it all, then we will add 0 afterwards. So 27000 is the new number form. 27000. Then right side, now it become triplets. See, problem solved, no? Because right side is now it is in the form of triplets. So this is the, so first of all you have to understand that first 120 was not a perfect cube,
But after few arrangement, we got the new number as 27,000. Isn't it? Now it is a perfect cube. Why? Because for 27,000, triplets are existing. So what will be the conclusion? Now new number formed is 27,000. That is a perfect cube. And now you just try to calculate the cube root of 27,000. Cube root of 27,000, how you can calculate? Take one member from each triplet. So it will be 2 into 3 into 5. 30. The cube root of 27,000 will be 30. So this is the answer for the question. I think you understood it very clearly, no? And let me take another question. Right. Check whether 54 is a perfect cube or not. If not, make 54 as a perfect cube by dividing a suitable number and calculate the cube root of the new number formed. Once again, let me repeat the question. Check whether 54 is a perfect cube or not. If not, make 54 as a perfect cube by dividing a suitable number and calculate the cube root of new number formed. That's your question. And let me give the answer. What is the meaning of the question? You are supposed to check whether 54 is a perfect cube or not. That we can easily check by using prime factorization method. If triplet exists, that is a perfect cube. If not, that will be not a perfect cube. So you are supposed to check it first. If it is not a perfect cube, you are supposed to divide. Operation is division. Divide that 54 by using a suitable number and you are supposed to make it as a perfect cube. So since it is the operation is division, anyway you are supposed to use prime factorization method. And in order to check whether it is a perfect cube or not, you have to use prime factorization method. So let me use that. So I understood that 54 is nothing but 2 into 3 into 9. Sorry, not 9. 9 we can again prime factorize. No, sorry for my mistake. So 2 into 3 into 3 into 3. And you just see, now you just see. Here it is not lying as a triplet, but here there exists the presence of triplet. And here you are supposed to use the operation division, not multiplication. Suppose the operation is multiplication, what you are supposed to do? ഈ രണ്ടിന് ട്രിപ്ലെറ്റ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും, അങ്ങനെ കംപ്ലീറ്റ് ആക്കണം. പക്ഷേ ഇവിടെ ഡിവിഷനാണ് ഉപയോഗിച്ചേക്കുന്നത് അല്ലേ. സപ്പോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രിപ്ലെറ്റ് ഇതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇത് ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ട്രിപ്ലെറ്റ് കംപ്ലീറ്റ് ആക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷനുള്ള ഡിവിഷനാണ്. അപ്പം ഏതാണോ ട്രിപ്ലെറ്റ് ഇല്ലാതെ നിൽക്കുന്നത് അതിനെ ഒഴിവാക്കാൻ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഏതാ ട്രിപ്ലെറ്റ് ഇല്ലാണ്ട് നിൽക്കുന്നത്? 2. അതുകൊണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 2 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. Now we can write, now 2 is not in the form of triplet. That implies 54 is not a perfect cube. So we have to divide both side by 2. ഇങ്ങനെ സ്റ്റെപ്പ് നല്ലതാണ്. ഓക്കെ, ഇനി സപ്പോസ് 2 ഉണ്ട് വേറൊരു നമ്പറും ഉണ്ട് ട്രിപ്ലെറ്റ് ഇല്ലാത്തതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ 2 കൊണ്ടും ആ നമ്പർ കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഇവിടെ ഒരു 5 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും 2 കൊണ്ടും 5 കൊണ്ടും, ഇവിടെ 2ഉം 5ഉം ഉള്ള എക്സ്ട്രാ ഉള്ളത് ട്രിപ്ലെറ്റ് ഇല്ലാതെ, അപ്പോൾ 2 കൊണ്ടും 5 കൊണ്ടും ഇങ്ങനെ 2 into 5 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യേണ്ട വന്നേനെ. യു മേ അണ്ടർസ്റ്റുഡ്, നോ? യെസ്. സോ ജസ്റ്റ് ഡിവൈഡ് ബോത്ത് സൈഡ് ബൈ 2. So it becomes 54 by 2. Then right side is 2 into 3 into 3 is actually, ഇവിടെ 5 ഒന്നും ഇല്ലാട്ടോ, ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്താണ് ഇപ്പം. ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. By 2. You are supposed to divide both side by 2. Why? Why I have divide by 2? Because I understood that here 2 is not existing as triplets. So just avoid 2 by dividing by 2. So when you divide by 2, this 2 and this 2 will get cancelled. What is 54 by 2? 27. So we got 27 as 3 into 3 into 3. Now you just see 54 was not a perfect cube, but when we, after suitable arrangement by division, we got the new number as 27. Now 27 is a perfect cube. Why? Because for 27 triplet is existing, isn't it? And now 27 is a perfect cube. And cube root of 27, how you can calculate? Take one member from triplet, and only one triplet is there. Take one member, so it will be 3. So cube root of 27 will be 3.
And this is what is how to make a non-perfect cube as a perfect cube by using division. You might have understood, no? Okay. And last session in this chapter. So we are going to wind up this chapter. That means we are going to wind up all the concept in this chapter today. And the next day onwards, we will start solving problems, exercise by exercise. I think this week itself, or by the next week, we could complete this chapter. Okay. So we are going to, today we will wind up all the concept. And the last concept in the chapter is how to calculate cube root in a simple way. We know how to calculate cube root by using prime factorization method. How it was? Just prime factorize, make it as triplet and select each number from triplet. In that way we calculated cube root, no? And now I am going to calculate cube root by using a very simple method. So let me teach you that method. Suppose the question is calculate cube root of some, let me select a number. Calculate cube root of 3375. I am going to teach. So you know how to calculate cube root by using prime factorization method. Now I am going to teach a best method. Very simple method. Within one step we can calculate the cube root. Okay, 3375. This is your question. So in order to use this method, see, listen. So in order to use this method, there exists some limitation. We cannot apply this method. See, prime factorization method you can apply to any kind of problem as you wish. But this method, there exists some limitation. Like, you have to count the numbers. 1, 2, 3, 4. There exist at least 3 numbers. Sorry, there exist at least 4 numbers. Then only we can use this method. There exist at least 4 numbers. Then only we can use this method. How many numbers are there? 1, 2, 3, 4. If there exists, if you face any problem with the 3 digits only, then it is better to use what? Prime factorization. Here there is 4 digits, so let us use this method. Okay, shortcut method. Let me teach you the shortcut method. So first step is write 3375 as it is. Then make it as group. Grouping should start from the rightmost side and each group should consist of 3 digits. See, this is your first group, but unfortunately second group only consists of 1 digit. No problem. First group should consist of 3 numbers. Second group can be 3. If it is not possible, let it be 1 or 2 as you wish. Not as you wish, ask the question. റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ ഗ്രൂപ്പ് 3 ഡിജിറ്റ് ആദ്യത്തെ ഗ്രൂപ്പിൽ മസ്റ്റ് ആയിട്ടുണ്ടാവണം. കാരണം ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ്? ക്യൂബ് റൂട്ട്. സ്ക്വയർ റൂട്ടിലായിരുന്നെങ്കിൽ പേയേഴ്സ് ആയിരുന്നു, ക്യൂബ് റൂട്ടിൽ ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ 3 എണ്ണമാണ്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 1 ഉള്ളെങ്കിൽ 1, 2 ഉള്ളെങ്കിൽ 2, 3 ഉണ്ടെങ്കിൽ നല്ലത്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്, നോ? യെസ്. ആൻഡ് സോ ലെറ്റ് മീ റൈറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇതൊരു ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ എഴുതാം. അടുത്ത ക്വസ്റ്റൻ മുതൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം, സ്റ്റെപ്പ് ഒന്ന് എഴുതാണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വാട്ട്? ഗ്രൂപ്പിംഗ്. സോ വി ഹാവ് ഗ്രൂപ്പ്, നോ? ഓക്കെ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, ആദ്യത്തെ ഗ്രൂപ്പിലല്ല സ്റ്റാർട്ട് ചെയ്യുക, രണ്ടാമത്തെ ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യുക. യു മേ അണ്ടർസ്റ്റുഡ്, നോ? അണ്ടർസ്റ്റുഡ്? യെസ്. ഈ ഗ്രൂപ്പാണ് നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പും ഈ ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി 375 അല്ലേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് 375 എന്നുള്ള ഈ ഗ്രൂപ്പ് ഏത് ഡിജിറ്റിൽ അവസാനിക്കുന്നത്? 5. ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 5 അവസാനിക്കുക? ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ഗ്രൂപ്പ് ഏതാ? 375. അത് എത്രയിൽ അവസാനിക്കുന്നത്? 5. ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയുമോ? ഏത് നമ്പേഴ്സിൻ്റെ ക്യൂബാണ് 5 അവസാനിക്കുന്നതെന്ന് ചിന്തിക്കണം. ചിന്തിച്ചു തുടങ്ങിയോ? അപ്പോൾ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പ് 375 ends with 5. Find a number, its cube ends with 5. അപ്പോൾ നിങ്ങൾ ഈ 5 എവിടെ നിന്ന് കിട്ടിയത്? ഈ 5 എവിടെ നിന്ന് കിട്ടിയ? ആദ്യത്തെ ഗ്രൂപ്പ് അവസാനിക്കുന്ന നമ്പർ എത്രയാണ്? 5. ആ 5ൽ ഏത് നമ്പറിൻ്റെ ക്യൂബാണ് ആ 5ൽ അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 5ൽ അവസാനിക്കുകയാണ്? ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 5ൽ അവസാനിക്കുക? 1ൻ്റെ ക്യൂബ് എന്താ? 1ൽ അവസാനിക്കുന്നത്. 2ൻ്റെ ക്യൂബ് എന്താ? 8ൽ അവസാനിക്കുന്നത്. 3ൻ്റെ ക്യൂബ് എന്താ? 27, 7ൽ അവസാനിക്കുന്നത്. അപ്പോൾ ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 5ൽ അവസാനിക്കുക? 4ൻ്റെ ക്യൂബ് 64 4ൽ അവസാനിക്കുന്നത്.
but 5 cube is I think 125. It ends with 5, no? So which number's cube ends with 5? 5 cube ends with 5. So that is 5 cube what ends with 5 എന്ന് നമുക്ക് മനസ്സിലായി. കാരണം 5 ക്യൂബ് 5 അവസാനിക്കുന്നത്. അപ്പോൾ ഏതിൻ്റെ ക്യൂബാണ് 5 അവസാനിക്കുന്നത്? 5 ക്യൂബ്. ആ 5 ഇതിൻ്റെ മുകളിൽ അങ്ങ് എഴുതുക. മനസ്സിലായോ? യെസ്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണെന്നറിയാം? സോ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കാര്യം കഴിഞ്ഞു. എന്താ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ചെയ്ത് ഒന്നും കൂടെ പറയാം. 375 ആണ്. അതിൽ അവസാനത്തെ ഡിജിറ്റ് 5 ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 5 അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 5 ക്യൂബ് 5 അവസാനിക്കുന്നു. അപ്പം 5 ക്യൂബ് ആ 5 ഇവിടെ എഴുതി. അതോടെ അത് കഴിഞ്ഞു. അടുത്തത് ഈ നമ്പർ. ദെൻ തേർഡ് സ്റ്റെപ്പ് കൺസിഡർ വാട്ട് സെക്കൻഡ് ഗ്രൂപ്പ്. ദാറ്റ് ഈസ് എന്താണ്? 3 ആണ് സെക്കൻഡ് ഗ്രൂപ്പ്. 3 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് നോക്കുക. എന്താ നോക്കേണ്ടത്? ചെക്ക് വെദർ 3 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. 3 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ? അല്ല. സോ ടെൽ മീ ദ നമ്പർ ലെസ് ദാൻ 3 വിച്ച് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. സോ എന്താ ആലോചിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് 3. Unfortunately, that is not a perfect cube. We are not talking about perfect square. Perfect cube. 3 is not a perfect cube. So check whether 3 is a perfect cube. Since 3 is not a perfect cube, think about a perfect cube less than 3. അതായത് 3 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. അപ്പോൾ 3ൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പെർഫെക്റ്റ് ക്യൂബിനെ പറ്റി ആലോചിക്കുക. വിച്ച് ഈസ് ദ പെർഫെക്റ്റ് ക്യൂബ് ലെസ് ദാൻ 3? 3ക്ക് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാ? 1. എന്താ പെർഫെക്റ്റ് ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഉള്ള നമ്പറിനെയാണ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. 3ക്ക് ക്യൂബ് റൂട്ട് ഇല്ല, അതുകൊണ്ട് 3 പെർഫെക്റ്റ് ക്യൂബ് അല്ല. അപ്പോൾ 3ൻ്റെ താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാ? 2 പെർഫെക്റ്റ് ക്യൂബാണോ? അല്ല, കാരണം 2ന് ക്യൂബ് റൂട്ട് ഇല്ല. പിന്നെ ഏതാ? 1ന് ക്യൂബ് റൂട്ട് ഉണ്ട്. 1ൻ്റെ ക്യൂബ് റൂട്ട് 1 തന്നെയാണല്ലോ, അതുകൊണ്ട് 1 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. സോ വാട്ട് ദാറ്റ് ഈസ് 1 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. ഇപ്പോൾ 3 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല, 3ൻ്റെ താഴെയുള്ള ഒരു പെർഫെക്റ്റ് ക്യൂബാണ് 1 എന്ന് കിട്ടി. ആ കിട്ടിയ 1ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 1? ഇതാണ് 1. ഈ 3ൻ്റെ താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് 1 ആണ്. ആ 1ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ക്യൂബ് റൂട്ട് ഓഫ് 1 ഈസ് 1 itself, and that 1 will come here, and the final step will give you the answer. What is the answer now? 15. So cube root of 3375 will be 15. So this is the method. Let me explain once again. You just listen here. Suppose 3375 is the question. So you are supposed to group it, and first group should consist of 3 digits, and this is the way of grouping. And what you have to do is first group in അവസാനത്തെ നമ്പർ ഏതാണെന്ന് നോക്കുക. 5. ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 5 അവസാനിക്കുക നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി, ഇപ്പോൾ 5ൻ്റെ ക്യൂബാണ് 5 അവസാനിക്കുന്നത്. ആ 5 ഇവിടെ എഴുതി. അതോടെ അതിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തത് 3 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ? അല്ല, കാരണം 3ന് ക്യൂബ് റൂട്ട് ഇല്ല. 2 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ? അല്ല, 2ന് ഇപ്പോൾ അപ്പോൾ 3 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്തത് കൊണ്ട് 3ൻ്റെ താഴെയുള്ള ഒരു പെർഫെക്റ്റ് ക്യൂബിനെ പറ്റി ചിന്തിക്കണം. അപ്പോൾ 3ൻ്റെ താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് 2 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. പിന്നെ ഏതാ? 1 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. അപ്പോൾ 1 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. ആ 1ൻ്റെ ക്യൂബ് റൂട്ട്, ആ 1 അല്ല വേണ്ടത്, ആ 1ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 1. ആ 1 ഇവിടെ എഴുതുക. സോ ദിസ് ഈസ് ദ വേ. സോ ഷാൾ വി സോൾവ് വൺ മോർ ക്വസ്റ്റ്യൻ? So by discussing this question we will wind up this session. So our question is 12,167. You are supposed to calculate its cube root. So what will be the first step? You are supposed to group it. See, first group should consist of 3 digits, and second group only 2 digits are there. Let it be, no problem. Okay. ഇനി 2 ഗ്രൂപ്പിൽ കൂടാനും പാടില്ല കേട്ടോ ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. 2 ഗ്രൂപ്പിൽ കൂടുതലാണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിലോട്ട് ചിന്തിക്കാം. 167. വാട്ട് ഈസ് ദ നമ്പർ എൻഡിങ് ദ ഫസ്റ്റ് ഗ്രൂപ്പ്? ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഗ്രൂപ്പ്, ദിസ് ഈസ് യുവർ സെക്കൻഡ് ഗ്രൂപ്പ്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അവസാനത്തെ നമ്പർ ഏതാ? 7. വാട്ട്? 7. ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 7ൽ അവസാനിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. 1 ക്യൂബ് 1ൽ അവസാനിക്കുന്നത്, 2 ക്യൂബ് 8ൽ അവസാനിക്കുന്നത്, 3 ക്യൂബ് 27. 3 ക്യൂബ് എൻഡ്സ് വിത്ത് വാട്ട്? 7. 3ൻ്റെ ക്യൂബാണ് 27ൽ 7ൽ അവസാനിക്കുന്നുള്ളൂ.
ഈ 7 എവിടെ നിന്ന് കിട്ടിയത്? കാരണം ആദ്യത്തെ ഗ്രൂപ്പ് എൻഡ് ചെയ്യുന്നത് 7ആണ്. 7 ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 7ൽ അവസാനിക്കുന്നത് നോക്കുക. അപ്പോൾ 3ൻ്റെ ക്യൂബാണ് 7ൽ അവസാനിക്കുന്നതെന്ന് മനസ്സിലായി. ആ 3ൻ്റെ ക്യൂബ്, ആ 3 ഇവിടെ നമ്മൾ എഴുതുക. കാരണം 3ൻ്റെ ക്യൂബാണ് 7ൽ അവസാനിക്കുന്നത്. ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 7ൽ അവസാനിക്കുന്നത് നോക്കാം. അപ്പോൾ 3ൻ്റെ ക്യൂബ്, ആ 3 അവിടെ എഴുതി. ഇനി അടുത്ത ഗ്രൂപ്പ് 12. 12 ഒരു പെർഫെക്റ്റ് ക്യൂബാണോ? നോ, 12 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. പിന്നെ 11, 12ൻ്റെ താഴെയുള്ള അടുത്ത പെർഫെക്റ്റ് ക്യൂബ് ഏതാ? 11. നോ, 11ന് ക്യൂബ് റൂട്ടില്ല. 10ന് ക്യൂബ് റൂട്ടില്ല. 9ന് ക്യൂബ് റൂട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 12 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കി 1 6 7, അത് 7ൽ എൻഡ് ചെയ്യുന്നു. 7 അപ്പം ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 7ൽ എൻഡ് ചെയ്യുന്നത് നോക്കി. അപ്പോൾ 3ൻ്റെ ക്യൂബാണെന്ന് മനസ്സിലായി. ആ 3 ഇവിടെ എഴുതി. അതോടെ ഇത് കഴിഞ്ഞു. അടുത്തത് 12. 12 ഒരു പെർഫെക്റ്റ് ക്യൂബാണോ എന്ന് നോക്കുക. അതാണ് അടുത്ത ഗ്രൂപ്പ് വെച്ച് ചെയ്യേണ്ടത്. 12 ഒരു പെർഫെക്റ്റ് ക്യൂബാണോ? അല്ല. 12ൻ്റെ താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബാണോ? 11. നോ, ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. 12 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. 10 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. 9 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. 9 വാസ് എ പെർഫെക്റ്റ് സ്ക്വയർ, but 9 is not a perfect cube. And what about 8? 8 is a perfect cube because 8ന് ക്യൂബ് റൂട്ട് ഉണ്ട്. 8ൻ്റെ ക്യൂബ് റൂട്ട് ഏതാ? അപ്പോൾ 12ന് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാ? 8. ആ 8ൻ്റെ ക്യൂബ് റൂട്ട് ഏതാ? ക്യൂബ് റൂട്ട് ഏതാ? 2. ആൻഡ് യുവർ ആൻസർ വിൽ ബി വാട്ട്? ക്യൂബ് റൂട്ട് ഓഫ് 1 2 1 6 7 വിൽ ബി വാട്ട്? 23. ആൻസർ വിൽ ബി 23. You may understood, no? So at least for this question also, I am going to give you some steps. Okay, you are supposed to write steps for this question. Next question onwards, you can avoid steps. So what will be the first step? Divide as groups. Then second step, consider the first group 1 6 7. It ends with 7. So think about the number which cubes end with 7. That is 3, because 3 cube is equal to 27. So 3 അവിടെ എഴുതി. ഇനി തേർഡ് സ്റ്റെപ്പ്, then take the next group 12. Think about 12 is a perfect cube. No, 12 is not a perfect cube. So which is the number less than 12 is a perfect cube? 8 is a number less than 12 which is a perfect cube. And cube root of 8 is 2. That 2 you are supposed to write. And this is the way. You might have understood, no? So you are supposed to write steps also. So please watch the video properly. Please watch the video properly. Please watch the video properly. Practice each question twice, because today we have discussed very important questions. So you may feel confusion. Just call me and clarify your doubts. I am waiting to hear your doubts, because I know that this session is little bit difficult. And you know, this is the place. This is the place where you are going to sit. And this is the place where I am sitting. So that means I will make you sit here in front of me and I will ask you questions. Okay, only few days are there. So we are going to start calling these 8th standard students. So please be ready for that, ready to face my questions. So all the best, prepare well. Thank you.